ബിഗ് ബോസിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് നമ്മുടെ അപ്പാനി ശരത്ത്. ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ അപ്പാനി ശരത്ത് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് ബിഗ് ബോസ് ശരത്തിനെ കൺഫെക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ച് അപ്പാനി ശരത്ത് ബിഗ് ബോസിനോട് പറഞ്ഞു, ഇന്നലെ ഷാനവാസുമായി ഉണ്ടായിട്ടുള്ള ആരോപണമെല്ലാം ബിഗ് ബോസ് കേട്ടതല്ലേ. ബിൻസിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഷാനവാസ് ഇന്നലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ അതെല്ലാം എനിക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടാക്കി. ഞാൻ ഇമോഷണലി ഡൗൺ ആണ്. എനിക്ക് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സൗണ്ട് കേൾക്കണം. അവർ ഹാപ്പിയാണോ എന്നറിയണം. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് എന്നൊക്കെ അപ്പാനി ശരത്ത് ബിഗ് ബോസിനോട് പറയുന്നു. ഞാനിവിടെ ഒട്ടും ഓക്കെ അല്ലെന്നും എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കണമെന്നും അപ്പാനി ശരത്ത് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, ഈ ഷോയ്ക്ക് ചില റൂളുകളുണ്ട്, നിയമങ്ങളുണ്ട്. നിങ്ങളെ അറിയിക്കേണ്ട എന്തെങ്കിലും കാര്യം വീട്ടിൽ നിന്നുണ്ടായാൽ നിങ്ങളെ അറിയിക്കും. അതല്ലാതെ ഇടയ്ക്ക് വീട്ടുകാരുടെ ശബ്ദം കേൾക്കണമെന്നും അവരെ കാണണമെന്നും പറയുന്നത് ഈ ഷോയ്ക്ക് ചേർന്ന പരിപാടിയല്ല. അതുകൊണ്ട് അതൊരിക്കലും സാധ്യമല്ല. നിങ്ങളെ അറിയിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ തീർച്ചയായും നിങ്ങളെ അറിയിക്കും. അവരിപ്പോൾ ഹാപ്പി തന്നെയാണ്. നിങ്ങൾ ഗെയിം കളിച്ച് ഗെയിമിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകൂ, നിങ്ങൾ നന്നായി തന്നെ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് അപ്പാനി ശരത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ നിയന്ത്രണം വിട്ടുപോയ അപ്പാനി ശരത്ത് പൊട്ടിക്കരയുന്നതും നമുക്ക് കാണാം. അപ്പാനി ശരത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ ഇമോഷണലി ഡൗൺ ആയിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടും സങ്കടം ഉണ്ടാകുമ്പോൾ കരയും, ഇമോഷൻ ആകുമ്പോൾ കരയും. അത് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വമുള്ള ആളായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് പിന്നെയും അപ്പാനി ശരത്തെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്നലെ ഷാനവാസ് തൊടുത്തുവിട്ട അസ്ത്രം അപ്പാനി ശരത്തിൻ്റെ ദേഹം മുറിച്ചു മാറ്റി പോയിരിക്കുന്നു എന്നതിന് തെളിവാണ് ഇന്നിപ്പോൾ കൺഫെക്ഷൻ റൂമിൽ ബിഗ് ബോസിനോട് അപ്പാനി ശരത്ത് നടത്തിയിരിക്കുന്ന ഈ ഒരു സംഭാഷണം. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾ അറിയുന്നതിന് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.